രാഘവേട്ടനോട് തർക്കിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഓ, പിള്ള എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോ അറിയണം. ഡോ അവിടെ ഇരിക്കടോ. ഇയാൾ എന്റെ കാര്യം നോക്കാൻ അവിടെ നിൽക്കുന്നേ. എന്റെ കാര്യം നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ നോക്കിയാൽ മതി. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. മോളെ, നിന്റെ ഈ കണ്ണുനീര് കാണാതിരിക്കാൻ ഒരു ദൈവങ്ങൾക്കും ആകില്ല മോളെ. അവര് നിനക്ക് നിന്റെ കുഞ്ഞിനെ തിരിച്ചു തരിക തന്നെ ചെയ്യും. പിന്നെ 5 വയസ്സുവരെ ഏതൊരു കുഞ്ഞും ദൈവത്തിന്റെ പൂന്തോട്ടത്തിലാ കളിച്ചു വളരുന്നത്. അവർക്കവിടെ ഒരു ആപത്തും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കുഞ്ഞിന് ദൈവം കൂട്ടുണ്ട്, വിഷമിക്കണ്ട. എനിക്ക് ഇക്കാര്യത്തിൽ ക്ലിയർ എക്സ്പ്ലനേഷൻ തരണം റസാഖ്. ഇവിടെ നഷ്ടമായിരിക്കുന്നത് എന്റെ ചേച്ചിയും ചേച്ചിയുടെ മോളുമാണ്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ കർശനമായ രീതിയിൽ പറയുന്നതും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന എനിക്ക് എന്റേതായ ഒരു കാര്യം വന്നപ്പോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ അത് എന്റെ കഴിവുകേടായിട്ടല്ലേ മറ്റുള്ളവർ കാണൂ. എന്തും ചുറുചുറുക്കോടെ അന്വേഷിച്ച ഏത് തുമ്പില്ലാത്ത കേസിനും തുമ്പുണ്ടാക്കുന്ന കേരള പോലീസിന് ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചാ പറയാനേ എനിക്ക് ഉത്തരവില്ല. തല ഉയർത്തി നിൽക്കാനും ആവില്ല. മാഡം, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ സിറ്റിയിൽ ഇനി അവർക്ക് വേണ്ടി തിരയാത്ത സ്ഥലങ്ങളില്ല. റസാഖേ, മോശമാണിത്. കുഞ്ഞിനെ അമ്മയും ഒരുമിച്ചാണ് കാണാതായതെങ്കിൽ അവരെവിടെയെങ്കിലും ഒരുമിച്ചുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണ് ചേച്ചിയെ കാണാതായിരിക്കുന്നത്. കുഞ്ഞിനെ തിരക്കി മാഡത്തിന്റെ ചേച്ചി ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിലേക്ക് പോയിട്ടുണ്ടോന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വഴിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രധാന ജംഗ്ഷനുകളിലെ CCTV ഫുട്ടേജ് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ചെയ്തായിരുന്നോ? അതിനുവേണ്ടി മാത്രം 2 വനിതാ പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട് മാഡം. പിങ്ക് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടും നമുക്കൊരു വിവരവും കിട്ടുന്നില്ലല്ലോ റസാഖ്. മാഡം, ഒന്നുകിൽ ആരുടെയെങ്കിലും കയ്യിൽ അകപ്പെട്ട് പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ മാഡത്തിന്റെ ചേച്ചി ലോക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇനി അങ്ങനെ എന്തെങ്കിലും? ഹേയ്, ഒരിക്കൽ അതിന് ശ്രമം നടത്തിയവര് പിന്നീട് അങ്ങനെ ഒരു സാഹസം ചെയ്യാൻ തയ്യാറാവില്ല. മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് മരിക്കാനായി ശ്രമിച്ചിട്ട് അതിന് കഴിയാതെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നവരുടെ അവസ്ഥ. അതനുഭവിച്ചിട്ടുള്ള ആരും പിന്നീട് അതിലേക്ക് എടുത്തു ചാടില്ല. മാഡം, 2 ദിവസം കൂടി എനിക്ക് സമയം തരണം. അതിനുള്ളിൽ എനിക്കവരെ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശരി, റസാഖിന്റെ രീതി തന്നെ അന്വേഷിച്ചോളൂ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് തരുന്ന വിവരങ്ങൾ പോസിറ്റീവായിരുന്നാൽ മാത്രം മതി. എന്നാ മാഡം, ഞാനങ്ങോട്ട്. ഒന്ന് 2 പേരെ കാണാനുണ്ടായിരുന്നു. വരുന്ന വഴിക്കാ ശാലിനി ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഞാൻ റസാഖിനെ കണ്ടു നിന്നത്. ഷാരിയേച്ചിയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു. എനിക്കിപ്പോ സംശയം ആ രാജീവിന്റെ അമ്മയമ്മാവനെയാ. അവരെ 2 പേരെയും ശരിക്കൊന്ന് കുടഞ്ഞ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്നാ തോന്നുന്നത്. പിന്നെ ബേസിക്കലി റസാഖ് ഒരു മടിയനാ. ഒന്നിച്ച് പഠിച്ചതുകൊണ്ടും ശരിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് വാണിംഗ് നൽകിയാൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. പിന്നെ സത്യാമ്മ തനിക്കെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിലായതാ. ഒന്ന് കരുതിയിരിക്കുക. ഏതായുധത്തെയും നേരിടാനായി മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. ചാവേറാവാതെ നമുക്കിവിടെ പിടിച്ചു നിൽക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ശത്രുക്കൾ കൂടുമ്പോ ആരോപണങ്ങളും കൂടും.
അതിനെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറായാൽ നമ്മളും ജയിച്ചു. അല്ല, ഇനിയിപ്പോ വീട്ടിലേക്കല്ലേ? കുട്ടികൾ അവിടെ റെഡിയായി നിൽക്കുക. 1-2 വട്ടം വിളി വന്നു. കുട്ടികളുടെ കാര്യത്തില് എന്നേക്കാൾ ഉത്തരവാദിത്വം ശിവന്. ഒന്ന് അമർത്തി തിരുമടോ. അമർത്തി തിരുമ്പം പറയും എന്നെ കൊല്ലാൻ നോക്കുവാണോ എന്ന്. മെല്ലെ തിരുമിയാ പറയും അമർത്തി തിരുവാൻ. ഞാനിപ്പോ എന്താ വേണ്ടത്? ഇയാൾ ഒരു ഭയത്തിനും കൊണ്ട് തിരുമിയാ മതി. ഓ, പിള്ളേ, താനിപ്പോ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. പിള്ളേ ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? രാഘവേട്ട, ഇതൊരു അത്യാവശ്യ കാര്യമാ. അതുകൊള്ള അപ്പൊ ഈ ചെയ്യുന്നത് അത്യാവശ്യമില്ലാത്ത കാര്യമാണോ? എന്റെ രാഘവേട്ടനോട് തർക്കിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഓ, പിള്ള എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോ അറിയണം. ഡോ അവിടെ ഇരിക്കടോ. ഇയാൾ എന്റെ കാര്യം നോക്കാൻ അവിടെ നിൽക്കുന്നേ. എന്റെ കാര്യം നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ അത്യാവശ്യം എന്തുവാ? ഇവിടെ ഭൂമി എന്തുവാ? കീഴ്മേൽ പറയാൻ പോവാന്നോ? എനിക്കേ എന്റെ കൊച്ചുമക്കളെ വിട്ടു കിട്ടണം. അതിന് പോലീസ് സ്റ്റേഷനിൽ കളക്ടർക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. പിള്ളേ, പെട്ടെന്ന് കൈ തുടച്ചിട്ട് എന്റെ കൂടെ വന്നേ. വാടോ. ഇതേ മുഴു ഭ്രാന്താ. ഈ ഭ്രാന്തിനെ കുടപിടിക്കാനൊന്നുവേ ഇയാളിപ്പോ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് ഇല്ലവിടെ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. പിള്ളേ, താൻ വരുന്നുണ്ടോ ഇല്ലയോ? സത്യമേ, അത് ഇരിക്കണോ അവിടെ? ഇയാൾ ആദ്യമേ എന്റെ കയ്യിൽ കുഴമ്പിട്ട് തീർത്തിട്ട് അങ്ങോട്ട് പോയാ മതി. എന്നിട്ട് തീരുമാനിക്കാം തന്റെ നിലപാടേ അമ്മായിമ്മയ്ക്കൊപ്പം ആണോ അതോ മരുമക്കൊപ്പം ആണോന്ന്. പിള്ള വരണ്ട. എനിക്ക് പിള്ളയുടെ സഹായം ഇല്ലാതെ കാര്യങ്ങൾ നടത്താനുള്ള ആളുകൾ എത്തി. സത്യഭാമയ്ക്ക് കൂട്ടേ ഈശ്വരനുണ്ട്. ഇല്ലെങ്കിൽ ഇവരെ ഈ സമയത്ത് തന്നെ ഇവിടെ കൊണ്ട് എത്തിക്കില്ലായിരുന്നല്ലോ. രോഹിത്തെ, ഓട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ. നമുക്കൊരു സ്ഥലം വരെ പോണം. പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. അല്ല, സത്യമേത് എങ്ങോട്ടാ? അത് പിന്നെ ഞാൻ കാശിക്ക് ഏ?